എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പരിചയപ്പെട്ടു. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ള ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതേപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു. എല്ലാവരും കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ പഠിച്ചു പോകണം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും നമുക്ക് ക്ലാസ് ആരംഭിക്കാം. സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതും ഇത്തരം ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകളുടെ ഫസ്റ്റ് അക്കൗണ്ടുകൾ കൂടി ഒന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നു. ഒന്ന് ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെയുള്ള പോയിന്റുകൾ തന്നെയാണ് ഇവിടെയും ഫസ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർ ഫീച്ചേഴ്സ് ഓഫ് എന്തെല്ലാമാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നു പ്രൊവൈഡിങ് സർവീസ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട പോയിന്റ് തന്നെയാണ്. ഇത്തരം സ്ഥാപനങ്ങളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ പറയുന്നു പ്രൊവൈഡിങ് സർവീസ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ്. സ്പെസിഫിക് ഗ്രൂപ്പ് മീൻസ് സൊസൈറ്റി ആകാം, അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ മെമ്പേഴ്സിനാകാം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ അവരുടെ മെമ്പേഴ്സിനോ അല്ലെങ്കിൽ സൊസൈറ്റിക്കോ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ കോവിഡ്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിനകം ഇതേപോലെയുള്ള ഒരുപാട് സർവീസുകൾ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലേക്കും TV, മൊബൈൽ ഫോൺ, അതേപോലെ ഇന്റർനെറ്റ് കണക്ഷൻസ് കുട്ടികൾക്ക് എടുത്തുകൊള്ളു, ഇതേപോലെയുള്ള ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ സർവീസ് മാക്സിമം ഇതേപോലെയുള്ള സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു മെയിൻ എയിം ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചർ ആയിട്ട് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ പറയുന്നു എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ എക്സെട്ര. വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നു ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റി. നിങ്ങൾക്കറിയാം, അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ഏതെങ്കിലും ക്ലബുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ട് എങ്കിൽ അവർ ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റിന്റെയോ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതാണ് പറയുന്നത് ഇവിടെ ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റി വഴിയോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴിയോ അതുവഴിയോ നമ്മളുടെ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതാണ് പറയുന്നത്. ഓക്കെ, അതിലുള്ള നമ്മളുടെ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ക്ലബിലോ ഉള്ള ഓരോ മെമ്പേഴ്സിനെയും വിളിക്കുന്നത് മെമ്പേഴ്സ് ആർ കോൾഡ് സബ്സ്ക്രൈബേഴ്സ് എന്നാണ് പറയുന്നത്. അതാണ് സെക്കൻഡ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റി, ദീസ് മെമ്പേഴ്സ് ആർ കോൾഡ് സബ്സ്ക്രൈബേഴ്സ്. ആ പോയിന്റ് നോട്ട് ചെയ്യണം, സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നു ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ എ മാനേജിംഗ് കമ്മിറ്റി. ഇപ്പോൾ നമ്മുടെ ക്ലബിൽ 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 100 പേർക്ക് കൂടി ആ ക്ലബ്ബ് മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു, അവർ കുറച്ച് ആളുകളെ ഈ ക്ലബ്ബ് മാനേജ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആളുകളെ ഇലക്ട് ചെയ്യാണ്. അപ്പോൾ ഇലക്ടഡ് ബൈ ദ മെമ്പേഴ്സ്, മാനേജ്ഡ് ബൈ എ മാനേജിംഗ് കമ്മിറ്റി. മാനേജിംഗ് കമ്മിറ്റിയാണ്, അതായത് ഒരു കമ്മിറ്റി ആയിരിക്കും ആ ക്ലബ്ബ് മാനേജ് ചെയ്യുന്നത്. മെമ്പേഴ്സ് എല്ലാവരും കൂടിയാണ് അവരെ ഇലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോട്ട് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഇതുവഴിയോ അവരെന്ത് ചെയ്യുന്നു, ആ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ അത് ക്ലബ്ബ് മാനേജ് ചെയ്യാൻ വേണ്ടി അവരെ ഇലക്ട് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ സോഴ്സസ് ഓഫ് ഇൻകം. ഇതൊരു മെയിൻ പോയിന്റ് ആണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഇൻകം എവിടെ നിന്ന് കിട്ടുന്നു, ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സോഴ്സുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. അവിടെ താഴെ പറയുന്നു ഏതെല്ലാമാണ് അവരുടെ സോഴ്സ്. ഫസ്റ്റ് വൺ സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്. അപ്പൊ ക്ലബിൽ 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 100 പേരുടെയും സബ്സ്ക്രിപ്ഷൻ ആണ് അവരുടെ ഒരു മെയിൻ ഇൻകം ആയിട്ട് പറയുന്നത്. എന്താ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു ക്ലബിൽ മെമ്പർ ആയിട്ട് ചേർന്നാൽ നിങ്ങൾ ആ ക്ലബിലേക്ക് പെർ മന്തോ അല്ലെങ്കിൽ അവർ പറയുന്ന ആ റൂൾസ് പ്രകാരം നമ്മൾ ആ ക്ലബിലേക്ക് ഒരു വരിസംഖ്യ കൊടുക്കേണ്ടി വരും. അതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലബിലെ മെമ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന വരിസംഖ്യയാണ് സബ്സ്ക്രിപ്ഷൻ ആയിട്ട് പറയുന്നത്. അത് അവരുടെ ഒരു മെയിൻ ഇൻകം ആണ്. ഓക്കെ, സെക്കൻഡ് പറയുന്ന ഡൊണേഷൻസ് ആണ്. അത് പല ആളുകളും അതേപോലെയുള്ള സ്ഥാപനങ്ങളും അതേപോലെ ഗവൺമെന്റുകളും ഡൊണേഷൻ ആയിട്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതേപോലെ കിട്ടുന്ന ഡൊണേഷൻസ് നമ്മളുടെ ഒരു സ്ഥാപനങ്ങളുടെ ഒരു മെയിൻ ഇൻകം ആയിട്ട് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ലെഗസി. ലെഗസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥാപനം, ഇപ്പൊ നമ്മുടെ ക്ലബോ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസോ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ
വ്യക്തികൾ അവരുടെ മരണശേഷം ആ ക്ലബിലേക്ക് അവരുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അവരുടെ വിൽപത്രമൊക്കെ തയ്യാറാക്കുന്നത് കേട്ടിട്ടില്ലേ? അവരുടെ മരണശേഷം ആ ക്ലബിലേക്ക് കിട്ടുന്ന ആ തുകയെ വിളിക്കുന്ന പേരാണ് ലെഗസി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഗ്രാന്റ്. ഗവൺമെന്റ് ഗ്രാന്റ് ആകാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റുകളാകാം. അപ്പൊ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇതേപോലെ ഗ്രാന്റ് ഗവൺമെന്റ് തരാറുണ്ട്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഓരോ ഇൻകം ആണ് അവരുടെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ആ ഇത്തരം സ്ഥാപനങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് സോഴ്സുകൾ വേറെയും ഉണ്ട്. ഒന്നുകൂടെ പറയുന്നു, സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, നമ്മുടെ മെമ്പേഴ്സിന് കിട്ടുന്ന വരിസംഖ്യ, ഡൊണേഷൻ ആയിട്ട് വരുന്ന ആ എമൗണ്ട്, ലെഗസി ഒരാളുടെ മരണശേഷം അയാൾ ആ ക്ലബിലേക്ക് നൽകുന്ന തുക, അദ്ദേഹം അത് അഡ്വാൻസ് പറഞ്ഞിരിക്കും, എന്റെ മരണശേഷം ക്ലബിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എമൗണ്ട് ആണെന്ന് പറഞ്ഞിരിക്കും. അതേപോലെ ഗ്രാൻഡ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട്, അതാണ് അവരുടെ ഇൻകത്തിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫണ്ട്സ് റൈസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻ ആർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട്. അപ്പൊ ഇത്തരം സ്ഥാപനങ്ങൾ റൈസ് ചെയ്യുന്ന ഫണ്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് എന്നും ജനറൽ ഫണ്ട് എന്നും പറയാം. നമ്മൾ കഴിഞ്ഞ വർഷം ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അക്കൗണ്ട്സ് പഠിച്ചപ്പോൾ നമ്മൾ ക്യാപിറ്റൽ പരിചയപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പോൾ അത് ട്രേഡിംഗ് ഫേംസ് ആയിരുന്നു. നോൺ ട്രേഡിംഗ് നമുക്ക് ഡീറ്റെയിൽ പിന്നീട് പഠിക്കാം. നോൺ ട്രേഡിംഗ് ഫേംസിന് ക്യാപിറ്റൽ ഇല്ല, പകരം വരുന്നതാണ് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻസിന്റെ ഈ ഗ്രാൻഡ് ആയിട്ടോ നമ്മൾ തൊട്ടു മുമ്പ് കണ്ട പല രീതിയിലുള്ള സോഴ്സ് ഓഫ് ഇൻകം വരുന്നുണ്ട്. ഈ ഇൻകംസ് എല്ലാം കൂടി കളക്ട് ചെയ്യുന്ന മൊത്തം തുകയാണ് അവരുടെ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥാപനങ്ങൾ റേസ് ചെയ്യുന്ന ഫണ്ട് എന്ത് ചെയ്യുന്നു? അവരെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ദീസ് ഓർഗനൈസേഷൻസ് ഹാവ് നോ ക്യാപിറ്റൽ ബട്ട് ദേ ഹാവ് ക്യാപിറ്റൽ ഫണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് എന്തില്ല? ക്യാപിറ്റൽ ഇല്ല, പകരം ഉള്ളതാണ് ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റ് സർപ്ലസ് എന്ന് പറയാം. അക്യുമുലേറ്റ് ചെയ്യുന്ന, കൂടി വരുന്ന സർപ്ലസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. അവരുടെ ബാലൻസ് എമൗണ്ട് കൂടി വരുന്ന ഫണ്ടാണ് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സിക്സ്ത് പോയിന്റ് പറയുന്നതാണ്, സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ മെമ്പേഴ്സ് ബട്ട് ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. എന്താണ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? സർപ്ലസ് അവരുടെ നമ്മൾ കഴിഞ്ഞ വർഷം പ്രോഫിറ്റിന് പകരം യൂസ് ചെയ്യുന്ന ടൈമാണ് സർപ്ലസ് എന്ന് പറയുന്നത്. ആ സർപ്ലസ് എന്ത് ചെയ്യുന്നില്ല? അവര് മെമ്പേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പകരം അവരുടെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആ സർപ്ലസ് ആഡ് ചെയ്യുന്നു. അപ്പൊ ക്യാപിറ്റൽ ഫണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് അവരുടെ ആ സർപ്ലസ് എന്നുള്ള, അല്ലെങ്കിൽ സർപ്ലസ് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സർപ്ലസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിരുന്നു, പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് അവരുടെ ഓണേഴ്സ് വിതരണം അവർ ഡിവൈഡ് എടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അവരത് ചെയ്യില്ല, പകരം ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് പറയുന്നതാണ്, ദേ ഏൺ റെപ്യൂട്ടേഷൻ നോട്ട് ഓൺ ദി ബേസിസ് ഓഫ് കസ്റ്റമേഴ്സ് ഓർ ഓണേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. എങ്ങനെയാണ് ഇത്തരം സ്ഥാപനങ്ങൾ റെപ്യൂട്ടേഷൻ വരുന്നത്? അവരുടെ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഓണേഴ്സിനോ മാക്സിമം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതല്ല, ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ ടു ദ വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിക്ക് മാക്സിമം അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അവരുടെ റെപ്യൂട്ടേഷൻ അവർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രളയമൊക്കെ ബന്ധപ്പെട്ട് കണ്ടിരുന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിരുന്നു. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ റെപ്യൂട്ടേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അല്ലാതെ മെമ്പേഴ്സിന് മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ടല്ല. ഇതാണ്, ഇത്രയും പോയിന്റുകളാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ജസ്റ്റ് സ്പീഡ് ഒന്നുകൂടെ ഒന്ന് കാണാൻ പോയിന്റുകൾ. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് പ്രൊവൈഡിങ് സർവീസ് ടു എ സ്പെസിഫിക് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ്, ഓർഗനൈസ്ഡ് ആസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓർ സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെയോ ട്രസ്റ്റിന്റെയോ കീഴിലായിരിക്കാം ഇത്തരം സ്ഥാപനങ്ങൾ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാറുണ്ട്. ദെൻ ഇത്തരം സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്നത് ആരാണ്? മാനേജിംഗ് കമ്മിറ്റിയാണ്. എല്ലാ മെമ്പേഴ്സും കൂടി സെലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും ഇത്തരം സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം, എവിടുന്നാണ് വരുമാനം കിട്ടുന്നത്? സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ് കൊടുക്കുന്ന എമൗണ്ടുകൾ, അതേപോലെ ഡൊണേഷൻ ആയിട്ട് വരുന്ന എമൗണ്ട്, ലെഗസി, ദെൻ ഗ്രാൻഡ് എക്സെട്ര. ഒരുപാട് സോഴ്സുകൾ വേറെയും ഉണ്ട്, അത് പിന്നീട് പരിചയപ്പെടാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫണ്ട് റേസ്ഡ് ബൈ സച്ച് ഓർഗനൈസേഷൻ ആർ ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. അവര്
കളക്ട് ചെയ്യുന്ന ആ ഫണ്ട് അല്ലെങ്കിൽ വരുന്ന എമൗണ്ടുകൾ എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ആ സർപ്ലസ് വന്നാൽ ആ സർപ്ലസ് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ദെൻ അവരുടെ റെപ്യൂട്ടേഷൻ എങ്ങനെ വർദ്ധിക്കുന്നു, അവർ കസ്റ്റമേഴ്സ് ഓണേഴ്സിന് മാത്രമല്ല, പക്ഷെ അവരെന്താണ്, സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ നമ്മളുടെ തിയറി സെഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോൺ ട്രേഡിംഗ് കൺസേണിന്റെ ഫീച്ചേഴ്സ് അവിടെ അവസാനിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ബ്രാക്കറ്റിൽ കാണാൻ ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ട്സിലേക്ക് നമ്മൾ വരികയാണ്. അക്കൗണ്ടിംഗ് റെക്കോർഡ്സ്, ഏതെല്ലാം അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്ത അക്കൗണ്ടുകൾ പോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ അതേപോലെ ബാലൻസ് ഷീറ്റ്, ഈ 3 അക്കൗണ്ടുകൾ കഴിഞ്ഞ വർഷം പ്രിപ്പയർ ചെയ്തിരുന്നു. അതേപോലെ നോൺ ട്രേഡിംഗ് ഫേംസ് ഏതെല്ലാം അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഹെഡ്. നമ്മൾ അതുകൂടിയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഏതെല്ലാമാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടുകൾ. 3 അക്കൗണ്ടുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ആൻഡ് തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. ഈ 3 അക്കൗണ്ടുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് അക്കൗണ്ട് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, തേർഡ് വൺ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അക്കൗണ്ടുകൾ ബൈഹാർട്ട് ചെയ്തല്ലോ. അതിൽ ഫസ്റ്റ് അക്കൗണ്ട് മാത്രം നമുക്ക് ക്ലാസ്സിൽ ഒന്ന് ജസ്റ്റ് അതിന്റെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് അക്കൗണ്ട് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. നമുക്ക് ഹെഡ് കാണുമ്പോൾ തന്നെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ്. റെസീപ്റ്റ്, വാട്ട് ഈസ് റെസീപ്റ്റ്, വാട്ട് ഈസ് പേയ്മെന്റ് അറിയാമല്ലോ. ഓക്കെ, ഫസ്റ്റ് അക്കൗണ്ടിലേക്ക് വരാം. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം അക്കൗണ്ടൻസിയിൽ ഒരു ക്യാഷ് ബുക്ക് പഠിച്ചിരുന്നു അല്ലേ? ക്യാഷ് ബുക്ക് ഓർക്കുന്നില്ലേ? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാഷ് ബുക്ക് പഠിച്ചിരുന്നു. ഈ ക്യാഷ് ബുക്കിനോട് സിമിലർ ആയ ഒരു അക്കൗണ്ട് ആണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത്. റെസീപ്റ്റുകൾ, പേയ്മെന്റുകൾ. കഴിഞ്ഞ വർഷം അങ്ങനെയല്ലേ ചെയ്തത്? റെസീപ്റ്റുകൾ റെക്കോർഡ് ചെയ്യുന്നു. ഏത് സൈഡിലാണ് റെസീപ്റ്റ് റെക്കോർഡ് ചെയ്തത്? ഡെബിറ്റ് സൈഡ്. പേയ്മെന്റ് റെക്കോർഡ് ചെയ്തത് എവിടെയായിരുന്നു? ക്രെഡിറ്റ് സൈഡ്. അപ്പോൾ റെസീപ്റ്റുകൾ ഡെബിറ്റ് ചെയ്യുന്നു, പേയ്മെന്റുകൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് ബുക്കിനോട് സിമിലർ ആയ അക്കൗണ്ട് ആണ് ഈ നോൺ ട്രേഡിംഗ് കൺസേൺഡ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പരിചയപ്പെടാം. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. എല്ലാ ക്യാഷ് റെസീപ്റ്റുകളും അതേപോലെ എല്ലാ ക്യാഷ് പേയ്മെന്റുകളുമാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. ഓക്കെ, സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് സിമിലർ ടു എ ക്യാഷ് ബുക്ക്. കണ്ടോ, ഏതിനോട് സാമ്യമുണ്ട്? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ക്യാഷ് ബുക്കിനോട് വളരെ സിമിലർ ആണ് നോൺ ട്രേഡിംഗ് ഫേംസിന്റെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. തേർഡ് വൺ, ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും, അത് വെദർ ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ഓർ ഇറ്റ് ഈസ് എ റവന്യൂ എന്താണെന്ന് പിന്നീട് പറയാം. ക്യാപിറ്റൽ അതായത് ലോങ് ടൈമിലേക്ക് വരുന്ന ഫണ്ടുകളും പിന്നീട് പറഞ്ഞു തരാം എന്താന്നുള്ളത്. എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും എന്ത് ചെയ്യുന്നു? അത് ക്യാപിറ്റൽ നേച്ചർ ആയിക്കോട്ടെ, റവന്യൂ നേച്ചർ മീൻസ് റെക്കറിംഗ് നേച്ചർ, റവന്യൂ ആവർത്തിച്ചു വരുന്ന എക്സ്പെൻസുകളും ഇൻകംസുമാണ് വരുന്നത്. അപ്പോൾ അത് റവന്യൂ നേച്ചറിലുള്ളതാണെങ്കിലും ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണെങ്കിലും എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും ഈ അക്കൗണ്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓപ്പണിംഗ് ബാലൻസ് കൊണ്ടായിരിക്കും. ഓപ്പണിംഗ് ബാലൻസ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടല്ലോ അല്ലെ? നമ്മൾ ഒരു മാസം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നു, അതിൽ കിട്ടുന്ന ക്ലോസിംഗ് ബാലൻസ് നെക്സ്റ്റ് മന്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കയറി വരാറുണ്ട് അല്ലെ? അതേപോലെ ഇവിടെയും നമ്മൾ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അക്കൗണ്ട്. പിന്നെയോ എൻഡ്സ് വിത്ത്, എങ്ങനെ അവസാനിപ്പിക്കും? എൻഡ്സ് വിത്ത് ദ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. ഇത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഫീച്ചേഴ്സ് കൂടിയാണ് കേട്ടോ. ഒന്നുകൂടി കാണാം. ഓൾ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ്. നമ്മൾ ക്യാഷ് റെസീപ്റ്റുകളും ക്യാഷ് പേയ്മെന്റ്സുകളും മാത്രമേ ഈ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ. നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് കാണിക്കില്ല. സെക്കൻഡ്, സിമിലർ ടു എ ക്യാഷ് ബുക്ക്. ഇത് ക്യാഷ് ബുക്കിനോട് വളരെയധികം സാമ്യമുണ്ട്. തേർഡ് വൺ, ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണോ അത് റെക്കോർഡ് ചെയ്തിരിക്കണം, കമ്പൽസറി ആണ്. അത് ക്യാപിറ്റൽ നേച്ചർ ആയിക്കോട്ടെ റവന്യൂ നേച്ചർ ആയിക്കോട്ടെ അത് നോക്കാറില്ല, റെക്കോർഡ് ചെയ്ത് പോകും.
നെക്സ്റ്റ് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ക്യാഷ് ബാലൻസ് കൊണ്ടാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് കൊണ്ട് അക്കൗണ്ട് അവസാനിപ്പിക്കും. ദെൻ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഒരു മോഡലാണ്. ഓക്കെ, അതിൽ വരുന്ന ഐറ്റംസുകളാണ് കാണുന്നത്. അവിടെ ടിക്ക് കണ്ടോ? സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. നമ്മൾ അങ്ങനെയാണ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് കാണാം. കഴിഞ്ഞ മാസത്തെ ആയിരിക്കാം ആ ബാലൻസ് ബ്രോഡ് ഡൗൺ. ദെൻ ക്യാഷ് കാണാം, അതേപോലെ ബാങ്കിലുള്ള ക്യാഷും കാണാം. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ താഴേക്ക് ഐറ്റംസുകൾ കാണുന്നുണ്ട്, അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഓക്കെ, ക്യാഷ് ഇൻ ഹാൻഡ് ഹാസ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ്. അറിയാം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ബട്ട് ഫോർ ബാങ്ക്, എന്നാൽ ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കിന് ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ വരാറുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ള ഒരു ടൈം പരിചയപ്പെട്ടായിരുന്നു അല്ലേ? അതാണ്. അപ്പോൾ ബാങ്കിന് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ വരാം. ഇതാണ് ഫസ്റ്റ് വരുന്ന നമ്മൾ അതിന്റെ മോഡൽ ഒന്ന് പരിചയപ്പെടുക. ഓക്കെ, സെക്കൻഡ് നോക്കിയേ, ഓൾ റിസീപ്റ്റ്സ് ഓഫ് ക്യാഷ് ഡ്യൂറിംഗ് ദ ഇയർ ഓൺ ഡെബിറ്റ് സൈഡ്. സെക്കൻഡ് പോയിന്റ് നമുക്ക് നോക്കാം. ഓൾ റിസീപ്റ്റ്സ് ഓഫ് ക്യാഷ് ഡ്യൂറിംഗ് ദ ഇയർ ഓൺ ഡെബിറ്റ് സൈഡ് ആൻഡ് ഓൾ പേയ്മെന്റ്സ് ഓൺ ക്രെഡിറ്റ് സൈഡ്. നമ്മൾ ക്യാഷ് ബിൽ കണ്ടതുപോലെ തന്നെ റെസിപ്റ്റുകൾ എല്ലാം ഡെബിറ്റ് ചെയ്യുന്നു, പേയ്മെന്റുകൾ എല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു. അവിടെ റൗണ്ട് റെഡ് കളറിൽ കണ്ടോ? റൗണ്ട് കണ്ടോ? അതാണ് പറയുന്നത്. റെസിപ്റ്റുകൾ എല്ലാം, ക്യാഷ് റെസിപ്റ്റുകൾ എല്ലാം ഡെബിറ്റ് ചെയ്യണം, അതേപോലെ ക്യാഷ് പേയ്മെന്റുകൾ എല്ലാം ക്രെഡിറ്റ് ചെയ്യുന്നു. അതാണ് നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ദ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, അത് ക്യാപിറ്റൽ നേച്ചർ ആയിക്കോട്ടെ റവന്യൂ നേച്ചർ ആയിക്കോട്ടെ, നമ്മൾ ആ ഐറ്റംസുകൾ എല്ലാം അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യണം. അത് പ്രീവിയസ് ഇയറോ കറണ്ട് ഇയറോ നെക്സ്റ്റ് ഇയറോ ഒന്നും എന്താണെന്നൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വരുന്ന ഐറ്റംസുകൾ എല്ലാം അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. പ്രീവിയസ് ഇയർ ആയിക്കോട്ടെ കറണ്ട് ഇയർ ആയിക്കോട്ടെ, അത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആയിക്കോട്ടെ ഈ വർഷത്തെ എമൗണ്ട് ആയിക്കോട്ടെ ഇനി വരാൻ പോകുന്ന വർഷത്തെ എമൗണ്ട് ആയിക്കോട്ടെ, ഏത് ഫിഗർ വന്നാലും നമ്മൾ റെസിപ്റ്റ് ഡെബിറ്റ് ചെയ്യണം, പേയ്മെന്റ് ക്രെഡിറ്റ് ചെയ്യണം. തേർഡ് വൺ, ഓൺലി ദ ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ആർ റെക്കോർഡ് ഇൻ ദിസ് അക്കൗണ്ട്. അതായത് ആക്ച്വൽ ആയിട്ട് വരുന്ന ക്യാഷ് റെസിപ്റ്റുകളും ക്യാഷ് പേയ്മെന്റുകളും മാത്രമേ അക്കൗണ്ടിൽ കാണിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. താഴെ നോക്ക്, ഓൾ നോൺ ക്യാഷ് ഐറ്റംസ്, അതായത് ക്യാഷുമായി ബന്ധമില്ലാത്ത ഐറ്റംസുകൾ, എക്സാമ്പിൾ ആണ് കാണുന്നത്. ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ്, then outstanding expenses, outstanding incomes etc are not recorded. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. നമ്മൾ കഴിഞ്ഞ വർഷം ബാലൻസ് ഷീറ്റ്, കഴിഞ്ഞ വർഷം ഫൈനൽ അക്കൗണ്ട് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ ആ ഫൈനൽ അക്കൗണ്ടിന്റെ കൂടെ ഇതേപോലെയുള്ള നോൺ ക്യാഷ് ഐറ്റംസുകൾ ചിലപ്പോൾ ആഡ് ചെയ്യും ലെസ് ചെയ്യുമായിരുന്നു. ചിലത് ലെസ് ചെയ്യും, ചിലത് ആഡ് ചെയ്യും. അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷം കൊടുക്കാനുള്ള എക്സ്പെൻസ്, എക്സാമ്പിൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ്. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തിരുന്നു? സാലറി എന്നുള്ള എക്സ്പെൻസ് എഴുതിയിട്ട് അതിന്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആഡ് ചെയ്തു. എന്നാൽ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അക്കൗണ്ടിൽ ഇതേപോലെയുള്ള നോൺ ക്യാഷ് ഐറ്റംസ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല. ഓൾ നോൺ ക്യാഷ് ഐറ്റംസ് സച്ച് ആസ് ഡിപ്രീസിയേഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം അഡ്ജസ്റ്റ് ചെയ്തതാണ് അല്ലേ? അപ്പൊ ഡിപ്രീസിയേഷനോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ്ങോ പ്രീപെയ്ഡോ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസുകളോ ഒന്നും ഈ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യരുത്, റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഫോർത്ത് പോയിന്റ് നോക്കിയേ, താഴെ ലാസ്റ്റ് റൈറ്റ് സൈഡിലെ ടിക്ക് കണ്ടോ? അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരീഡ് ദിസ് അക്കൗണ്ട് ഈസ് ബാലൻസ്ഡ്. ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം, ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യണം. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടിരുന്നു അല്ലേ, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്ലോസിംഗ് ബാലൻസിൽ നമ്മൾ അവസാനിപ്പിക്കുന്നു. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ആ ബാലൻസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് ഓർ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അപ്പൊ ക്ലോസിംഗ് ബാലൻസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡും അതേപോലെ ക്യാഷ് ഇൻ ബാങ്ക് എന്നും കാണാം. ടിക്ക് കണ്ടോ അവിടെ? ടിക്ക് കണ്ടോ അവിടെ? അപ്പോൾ അങ്ങനെ കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് വരാം, തിരിഞ്ഞു വരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്റ്റ് കുറവും പേയ്മെന്റ് ചെലവ് കൂടുതലും വരുമാനം കുറവുമാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റും വരാം. അപ്പോൾ ഈ ഐറ്റം ഈ സൈഡിൽ വരും. അതാണ് നെക്സ്റ്റ് വരുന്ന പോയിന്റിൽ പറയുന്നത്. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിംഗ് പീരിയഡ് ദിസ് അക്കൗണ്ട് ഈസ് ബാലൻസ്ഡ്. നെക്സ്റ്റ് നോക്കിയാൽ ഫിഫ്ത് പോയിന്റ് നോക്കിയാൽ ഇറ്റ് സെർവ്സ് ദി പർപ്പസ് ഓഫ് എ ക്യാഷ് ബുക്ക്. നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട ക്യാഷ് ബുക്കിന്റെ അതേ മോഡൽ തന്നെയാണ് receipts and payments account എന്ന് പറയുന്നത്. So that the management is able to know from where cash was generated and how it was utilized.
അപ്പോൾ മാനേജ്മെന്റിന് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിന് അറിയാം എവിടെ നിന്ന് ക്യാഷ് വന്നു, അത് എന്തിനു യൂട്ടിലൈസ് ചെയ്തു എന്ന് അറിയാൻ സാധിക്കുന്നു. ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന്റെ ബേസ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്ന് കിട്ടിയ നമ്മുടെ ബേസ് ഏതായിരുന്നു? ട്രയൽ ബാലൻസ് അല്ലെ? ആ ട്രയൽ ബാലൻസിനോട് ഈക്വൽ, അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് കഴിഞ്ഞ വർഷം നമുക്ക് ബേസ് ആയിട്ട് കിട്ടിയെങ്കിൽ ഇവിടെ നമ്മൾ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ബേസിലാണ് നെക്സ്റ്റ് അക്കൗണ്ടുകളായ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതാണ് നെക്സ്റ്റ് വരുന്ന താഴെ പറയുന്ന പോയിന്റ്. ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ്, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ അത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ നോട്ട്സിൽ ഉണ്ടായിരിക്കും. ആ നോട്ട്സിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഐറ്റംസുകൾ ഫുള്ളൊന്ന് പഠിക്കണം, ബൈഹാർട്ട് ചെയ്യണം. എങ്കിൽ നമുക്ക് മുന്നോട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഫോർമാറ്റ് ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടുക. ക്ലാസ് സമയം കൂടുതലായെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ടൈമുകളാണ് ഇതെല്ലാം. ഫസ്റ്റ് റെസിപ്റ്റ് സൈഡിലേക്ക് വരാം. റെസിപ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കണ്ടു, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് കണ്ടു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് സബ്സ്ക്രിപ്ഷൻ കണ്ടോ? മെമ്പേഴ്സ് കൊടുക്കുന്ന വരിസംഖ്യയാണ് നെക്സ്റ്റ് വരുന്ന അവരുടെ ഇൻകം ആണ് പറയുന്നത് കേട്ടോ, റെസിപ്റ്റ് ആണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡൊണേഷൻ, ജനറൽ ഡൊണേഷൻ ആണ്. രണ്ട് ഡൊണേഷൻ ഉണ്ട്, അത് പിന്നീട് പറയും. ഡൊണേഷൻ ജനറലും ഉണ്ട് സ്പെസിഫിക്കും ഉണ്ട്. ജനറൽ ആണെങ്കിൽ ഈ അക്കൗണ്ടിൽ കാണിക്കണം. ഡൊണേഷൻസ് നമ്മൾ ഈ അക്കൗണ്ടിൽ കാണിക്കുന്നു. ജനറൽ ഡൊണേഷൻ, അതേപോലെ സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ, ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടുന്ന ക്യാഷ് ഉണ്ടല്ലോ, ന്യൂസ് പേപ്പർ, ദെൻ പീരിയോഡിക്കൽസ്, വേസ്റ്റ് പേപ്പർ, അതെല്ലാം നമുക്ക് സെല് ചെയ്ത് കിട്ടുന്ന പൈസയാണ്, ക്യാഷ് ആണ്. നെക്സ്റ്റ് വൺ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ, നമ്മുടെ നമ്മുടെ ക്ലബ്ബ് സ്പോർട്സ് ഐറ്റംസുകൾ വാങ്ങിക്കാറുണ്ട്, അത് വിറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്ക് യൂസേജ് നമ്മുടെ ആവശ്യം കഴിഞ്ഞതാണെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന ക്യാഷ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മെറ്റീരിയൽസ് വിറ്റ് കിട്ടുന്ന ക്യാഷ് ആണ് സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, പഴയ സ്പോർട്സ് മെറ്റീരിയൽസ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, നമ്മൾ ബാങ്കിൽ ക്യാഷ് ഇട്ടിരുന്നു, അതിന് കിട്ടുന്ന പലിശ. ദ ഇൻട്രസ്റ്റ് ഓർ ഡിവിഡന്റ് ഓൺ ജനറൽ ഇൻവെസ്റ്റ്മെന്റ്, അതിൽ കിട്ടുന്ന പലിശയാണ് ഡിവിഡന്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ. ദെൻ ലോക്കർ റെന്റ്, ലോക്കർ ഫെസിലിറ്റി ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ചെറിയ വരുമാനം. ഓക്കെ, സെയിൽ ഓഫ് സ്ക്രാപ്പ്, പഴയ ഐറ്റംസുകളൊക്കെ ഇല്ല, സ്ക്രാപ്പ് എന്ന് പറയുന്നത് പഴയ ഐറ്റംസ് വിറ്റ് കിട്ടുന്ന ക്യാഷ്. പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോ, നമ്മൾ എന്തെങ്കിലും ചാരിറ്റിക്ക് വേണ്ടി ഏതെങ്കിലും ഷോ നടത്തി, ഇപ്പോൾ ഏതെങ്കിലും ഗാനമേളയോ അല്ലെങ്കിൽ നാടകമോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് നടത്തി ചാരിറ്റിക്ക് വേണ്ടിയാണ്, അപ്പൊ അങ്ങനെ കിട്ടുന്ന വരുമാനം. ദെൻ മിസലേനിയസ് റെസിപ്റ്റ്, ഇതൊന്നും അല്ലാതെ വേറെ രീതിയിലും സോഴ്സിലും കിട്ടുന്ന റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് കാണിക്കണം. ദെൻ ഗ്രാന്റ് ഇൻ എയ്ഡ്, ഏതെങ്കിലും എയ്ഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഗ്രാന്റോ അതേപോലെയുള്ള ഗ്രാന്റുകളോ. ദെൻ ലെഗസി, നമ്മൾ കണ്ട ടൈമാണ് ലെഗസി. ലെഗസി എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ മരണശേഷം നമ്മുടെ ക്ലബിലേക്ക് നൽകുന്ന തുകയാണ് ലെഗസി എന്ന് പറയുന്നത്. ദെൻ സ്പെസിഫിക് ഡൊണേഷൻ ഉണ്ട്, ആദ്യം പറഞ്ഞ പോലെ ജനറൽ ഡൊണേഷനും ഉണ്ട് സ്പെസിഫിക് ഡൊണേഷനും ഉണ്ട്, രണ്ട് ടൈപ്പ് ഡൊണേഷൻ വരുന്നുണ്ട്, അത് പിന്നീട് പറയാം. അപ്പോൾ ആ ഡൊണേഷൻസ് വരാം. ദെൻ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നത് വിറ്റ് കിട്ടുന്ന ക്യാഷ്. അതേപോലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, നമ്മുടെ അസറ്റുകൾ ഏതെങ്കിലും വിറ്റ് കിട്ടുന്ന ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ അത് റെസിപ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് റെസിപ്റ്റ് സൈഡിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പേയ്മെന്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ബാലൻസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആണ്, അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുന്നു. അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് പരിചയപ്പെടാം. നെക്സ്റ്റ് വൺ വേജസ് ആൻഡ് സാലറി, ആർക്കെങ്കിലും വേജസോ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പേയ്മെന്റ് ആയിട്ട് കാണിക്കുന്നു. റെന്റ്, നമ്മൾ വാടക കൊടുക്കുന്നു. ടാക്സുകൾ പേ ചെയ്യുന്നു, ഇൻഷുറൻസ് പേ ചെയ്യുന്നു, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസുകൾ, പോസ്റ്റേജ് ആൻഡ് കൊറിയർ, അഡ്വർടൈസ്മെന്റ്, സൺട്രി എക്സ്പെൻസസ്, ദെൻ ടെലിഫോൺ ചാർജസ്, എന്റർടൈൻമെന്റ് എക്സ്പെൻസസ്, നമ്മൾ എന്തെങ്കിലും എന്റർടൈൻ ചെയ്യാൻ വേണ്ടി, അപ്പോൾ എന്തെങ്കിലും നമ്മൾ സ്പോർട്സ് മീറ്റ് നടത്തുന്നു അവിടെ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, അതിന് വേണ്ടി വരുന്ന ചെലവുകളാണ്, എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസുകളാണ്. ഓഡിറ്റ് ഫീസ്, ഓഡിറ്റേഴ്സിന് കൊടുക്കുന്ന ഫീസാണ്. ഓണറേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലബില് ഒരു ആളെ അപ്പോയിന്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു മെമ്പർ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുന്നു, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു പാരിതോഷികം എന്നുള്ള ഹെഡിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതാണ് ഓണറേറിയം, സാലറി അല്ല, ഓണറേറിയം. ഓക്കെ, റിപ്പയർ ആൻഡ് റിന്യൂവൽസ്, റിപ്പയറിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകൾ. അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്, നമ്മുടെ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലബിന് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ മുടക്കുന്ന ആ എക്സ്പെൻസുകളാണ്. ദെൻ കൺവേയൻസ്, യാത്രയുമായി ബന്ധപ്പെട്ട് യാത്രാ കൂലി എന്നൊക്കെ പറയാം. ദെൻ ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ്, ന്യൂസ് പേപ്പർ വരുത്തുന്നു, പീരിയോഡിക്കൽസ് വരുത്തുന്നു, അതിന് കൊടുക്കുന്ന ക്യാഷ് ആണ്. പർച്ചേസ് ഓഫ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി വരുന്ന എക്സ്പെൻസുകൾ. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്,
ഇത്രയുമാണ് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ പേയ്മെന്റ് ആയിട്ട് വരുന്നത്. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ അകത്ത് നമ്മൾ ആദ്യം ഈ സൈഡ് ഇവിടെ നിന്ന് മുതൽ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന എല്ലാം റെക്കറിംഗ് നേച്ചറിൽ നോക്കിയാൽ റെക്കറിംഗ് ന്യൂസ് പേപ്പർ ആൻഡ് പീരിയോഡിക്കൽസ് വരെ റെക്കറിംഗ് ആവർത്തിച്ച് വരുന്നതാണ്. ഇതെല്ലാം എല്ലാ മാസം വരാൻ ചാൻസ് ഉള്ള ഐറ്റംസാണ് ഇതെല്ലാം. എന്നാൽ താഴേക്ക് നോക്കിയേ പർച്ചേസ് ഓഫ് അസറ്റ്, അതേപോലെ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇത് റെക്കറിംഗ് അല്ല, നോൺ റെക്കറിംഗ് ആണ്, ആവർത്തിച്ച് വരുന്നതല്ല അത്. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിൽ റെക്കറിംഗും അതേപോലെ നോൺ റെക്കറിംഗും എല്ലാ ഐറ്റവും റെക്കോർഡ് ചെയ്യണം. അതാണ് ആദ്യം പറഞ്ഞത്, വെദർ ഇറ്റ് ഈസ് എ റവന്യൂ നേച്ചർ ഓർ ക്യാപിറ്റൽ നേച്ചർ. ഇനി ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നോക്കി, ഇവിടെ അതിലെ റെസിപ്റ്റുകളാണെങ്കിൽ അതേപോലെ താഴേക്ക് വരുമ്പോൾ ഇതെല്ലാം റെക്കറിംഗ് ആയിട്ട് വരുന്നതല്ലേ. എന്നാൽ താഴേക്ക് വരുമ്പോൾ ലെഗസി എപ്പോഴും കിട്ടുന്നതല്ല, ഡൊണേഷൻസ് സ്പെസിഫിക് ഡൊണേഷൻ എപ്പോഴും കിട്ടുന്നതല്ല, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓഫ് ബിസിനസ് ഇതൊന്നും എപ്പോഴും കിട്ടുന്ന ഐറ്റം അല്ല. ഇതെല്ലാം റെക്കറിംഗ് ആണ്. താഴേക്ക് വരുന്ന ഐറ്റംസുകൾ നോൺ റെക്കറിംഗ് ആണ്. അപ്പോൾ ഈ അക്കൗണ്ട് റെക്കറിംഗ് ആയാലും നോൺ റെക്കറിംഗ് ആയാലും നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഇതാണ് ഈ ഐറ്റംസ് അല്ലെങ്കിൽ ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഫോർമാറ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്യണം, നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ആ ടോപ്പിക് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. നോട്ട്ബുക്കിലേക്ക് നോട്ട്സ് എഴുതി തുടങ്ങിയവർ ഇനി ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത ദിവസം മുതൽ നമുക്ക് ഇതിന്റെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുമായി കാണാം. ഓക്കെ, താങ്ക് യു.